السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ്യ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദുകളെയും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്ന ആളുകൾ നിരവധി വീഡിയോയുടെ നമ്മുടെ എല്ലാ മജ്ലിസിൻ്റെയും താഴെ കമൻറ്റിൽ എഴുതി അറിയിക്കുന്നവരുണ്ട്. അല്ലാഹു അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, അവരെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരെ ഇടങ്ങേറുകൾ, അവരെ ബലാഅകൾ, മുസീബത്തുകൾ അല്ലാഹ് നീ മാറ്റി അവർക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്, ബർക്കത്തേക്കണേ അല്ലാഹ്, ഐശ്വര്യം അവരെ ജീവിതത്തിൽ നീ നിറക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നാമെല്ലാവരും നിലകൊള്ളുന്ന ഈ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. പവിത്രമാക്കപ്പെട്ട റജബ് മാസം, ഈ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ അല്ലാഹ് നീ ഉൾപ്പെടുത്തണേ. ഞങ്ങൾ ഈ റജബ് മാസത്തിൽ ചൊല്ലുന്ന എല്ലാ അദ്കാറുകളെയും ദിക്റുകളെയും സ്വലാത്തുകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിൻ്റെ തക്കതായ പ്രതിഫലം അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത്, ധാരാളം ആളുകൾ എന്നെ സമീപിക്കുന്നവർ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ സമീപിക്കുന്നവർ പറയുന്നതാണ്, തങ്ങളെ വിവാഹം ശരിയാകുന്നില്ല, മകൻ്റെ വിവാഹം ശരിയാകുന്നില്ല, അല്ലെങ്കിൽ മകളുടെ വിവാഹം ശരിയാകുന്നില്ല, വിവാഹ തടസ്സങ്ങൾ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ധാരാളം ആളുകൾ ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണ്. വിവാഹ തടസ്സങ്ങൾ. 30, 35, 40 വയസ്സായി തങ്ങളെ വിവാഹം ശരിയാകുന്നില്ല. പല ഭാഗങ്ങളിൽ ഞങ്ങൾ പോയി, അതിനുള്ള ചികിത്സാ രീതികളൊക്കെ ചെയ്തു, അതിനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു, ശരിയാകുന്നില്ല തങ്ങളെ എന്ന് പൊട്ടിക്കരഞ്ഞ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ സമീപിക്കുന്ന ആളുകൾ. അവർക്കൊക്കെ പറയാനുള്ളത് വിവാഹ തടസ്സങ്ങളാണ്. മകൻ്റെ വിവാഹം ശരിയാകുന്നില്ല, മകളുടെ വിവാഹം ശരിയാകുന്നില്ല. ഇപ്പൊ ധാരാളം ആളുകൾക്ക് പറയാനുള്ള ഒരു പ്രതിസന്ധിയാണ് വിവാഹ തടസ്സങ്ങൾ. എന്താണ് ഇതിൻ്റെ കാരണം? നമ്മൾ നോക്കുന്ന സമയത്ത്, അവരുടെ പ്രയാസങ്ങൾ നോക്കുന്ന സമയത്ത് വലിയ തടസ്സങ്ങളാണ് അനുഭവപ്പെടുന്നത്, വലിയ ബുദ്ധിമുട്ടുകളാണ്. അതിനുള്ള പരിഹാരം ചെയ്തു കൊടുക്കുകയും അവർ പിന്നീട് വരുന്നത് സന്തോഷപൂരിതമായിട്ടാണ്, റാഹത്തായി തങ്ങളെ അൽഹംദുലില്ലാഹ് റെഡിയായി. ഓരോ ദിവസവും ഇവിടെ വരുന്നവർക്കറിയാം, ഓരോ ദിവസവും കല്യാണം റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ വരികയാണ്. ആദ്യം അവർ വരുന്നത് തങ്ങളെ റെഡിയാകുന്നില്ല, വലിയ പ്രയാസത്തിലാണ്, വലിയ സങ്കടത്തിലാണ്. 30 വയസ്സായി, 31 വയസ്സായി, ഇപ്പോൾ പ്രായമേറിയ ആ മക്കളെ പെൺകുട്ടികൾക്ക് പറ്റുന്നില്ല. എന്താണ് ഇതിന് പ്രയാസം? കുറേ കാലമായി തങ്ങളെ നോക്കുന്നു, ഒന്നുകൊണ്ട് അടുക്കുന്നില്ല, ഒന്നും അങ്ങോട്ട് അടുക്കുന്നില്ല. അടുത്താൽ തന്നെ നാട്ടുകാർ മുടക്കുകയാണ്. അതിന് മുടക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങാടിയിൽ.
അങ്ങനെ പറയുന്ന ആളുകൾ. അതിൽ മുടക്കുകളൊന്നുമില്ലാതെ ഖൈറായ രൂപത്തിൽ നടക്കാൻ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? ഞങ്ങൾ പതിവാക്കേണ്ട ദിക്റാണ്. ദിക്ർ ഏതാണ്? ചൊല്ലേണ്ട ഓതേണ്ട സൂറത്ത് ഏതാണ്? അങ്ങനെ ചോദിച്ച് വിളിക്കുന്നവരുണ്ട്. അതിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാം ഞങ്ങൾ ചെയ്തു, ഞങ്ങളെ എല്ലാം ഓതാനുള്ള മുഴുവൻ ഞാൻ ഓതിയും, എന്നിട്ടും നടക്കുന്നില്ല. അങ്ങനെയുള്ളത് തടസ്സങ്ങൾ കൊണ്ടായിരിക്കാം. അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഏതാണ് സൂറത്ത് ഓതേണ്ടത്, ഏത് ദിക്റാണ് ഞങ്ങൾ ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ മജ്‌ലിസ്. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും തീർന്ന് എല്ലാ തടസ്സങ്ങളും ഒഴിവായി ഖൈറായ രീതിയിൽ മക്കളുടെ വിവാഹം അല്ലാഹു എത്രയും പെട്ടെന്ന് നീ ശരിപ്പെടുത്തി നൽകണേ അല്ലാഹ്. നീ ശരിപ്പെടുത്തി നൽകണേ തമ്പുരാനെ. ഇത് ഇൻഷാ അല്ലാഹ് ഓത്. ആർക്കെങ്കിലും ഇത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, മക്കളുടെ വിവാഹം മുടങ്ങിക്കിടക്കുന്നുണ്ട് ആളുകളുണ്ടെങ്കിൽ, വയസ്സ് എത്രയോ ആയി, വയസ്സ് കൂടുതലായി, നടക്കുന്നില്ല, നടന്നു കിട്ടുന്നില്ല, അങ്ങനെ പ്രതിസന്ധി പറയുന്നവർക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് ഓതാൻ റെഡിയാവണം. മകൻക്ക് വേണ്ടി, അല്ലെങ്കിൽ മകളുടെ കല്യാണം നടക്കാൻ, അല്ലെങ്കിൽ മകൻ്റെ കല്യാണം നടക്കാൻ ഖൈറായ രീതിയിൽ അവർ മരണം വരെ ഒരു പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ അവർ ഖൈറായ രീതിയിൽ മരണം വരെ കുടുംബ ബന്ധം നിലനിർത്തി ജീവിക്കാൻ ഇൻഷാ അല്ലാഹ് ഓതേണ്ട സൂറത്ത്, നമ്മൾ ഓതേണ്ട പതിവാക്കേണ്ട സൂറത്ത് ഏതാണ്? ഇൻഷാ അല്ലാഹ് അതാണ് ഇന്നത്തെ മജ്‌ലിസ്. ഇന്നത്തെ മജ്‌ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഓതാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ തമ്പുരാൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ സൂറത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ പറയുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്നാണ് മജ്‌ലിസിലേക്ക് വിളിക്കുന്നത്. ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന്. അവരൊക്കെ ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിങ്ങിൽ നോട്ടമുള്ളത്? ഇനി വരുന്ന ശനിയാഴ്ചയാണ് നോട്ടമുള്ളത്. ഈ നമ്പറിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാകുന്നതാണ്. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളും അല്ലാഹ് നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇത്തരം തടസ്സങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ മാറ്റി ഖൈറായ രീതിയിൽ കാര്യങ്ങൾ നടന്നു കിട്ടാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. മകൻ്റെ വിവാഹകാര്യങ്ങൾ, മകളുടെ വിവാഹകാര്യങ്ങൾ അല്ലാഹുവേ നീ എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണേ അല്ലാഹ്. ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണേ തമ്പുരാനെ. ഖൈറായ ഇണയെ ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് പതിവാക്കേണ്ട സൂറത്ത്, ഖൈറായ ഇണകളെ ലഭിക്കാൻ പതിവാക്കേണ്ട സൂറത്ത്, പരിശുദ്ധമാക്കപ്പെട്ട ഒന്നാമത്തെ സൂറത്ത്, പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീൻ. നമ്മുടെ ഉദ്ദേശങ്ങൾ പൂവണിയാൻ സൂറത്തുൽ യാസീൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവാക്കണം. നമ്മളെ ഉദ്ദേശം എന്താണ്? മകൻ്റെ വിവാഹം നടന്നു കിട്ടണം, അല്ലെങ്കിൽ മകളുടെ വിവാഹം ഒന്ന് നടന്നു കിട്ടണം. സൂറത്തുൽ യാസീനിന്റെ 10 മഹത്വങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, വിവാഹം ശരിയാവാൻ സൂറത്തുൽ യാസീൻ മഹത്വമാക്കപ്പെട്ട ഒരു സൂറത്താണ്. ഏറ്റവും പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ യാസീൻ. അതിന് നിങ്ങൾ പതിവാക്കണം. നിരന്തരം മഹാന്മാരായ ബദരീങ്ങളെ പേരിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതുക. ആരുടെ പേരിലാണ് യാസീൻ ഓതേണ്ടതെന്ന് ചോദിക്കുന്നവരോട് മഹാന്മാരായ ബദർ ശുഹദാക്കളെ പേരിൽ മകൻ്റെ വിവാഹം ശരിയാവാൻ, അല്ലെങ്കിൽ മകളുടെ വിവാഹം ശരിയാവാൻ ഓതി നോക്ക്. എത്രയും പെട്ടെന്ന് അത് പൂവണിയുന്നതായി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണാം. ധാരാളം ആളുകൾക്ക് ഈ അമല് കൊടുത്തിട്ട് വലിയ റിസൾട്ട് കിട്ടിയതാണ്. അവരെ കാര്യങ്ങൾ, തടസ്സങ്ങൾ നീക്കി ഈ അമല് കൊടുക്കുകയും പിന്നീട് അവർ സന്തോഷമായിട്ട് വരുന്നത്, തങ്ങളെ എന്താണെന്നറിയില്ല, ഒരു സഹോദരി കൊയിലാണ്ടിയിൽ നിന്ന് വന്നിരുന്നു. കൊയിലാണ്ടി ഭാഗത്തുനിന്ന് ഒരു സഹോദരി വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു വന്നു. ഒരു സഹോദരിയും അവരുടെ ഭർത്താവും വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു വന്നുകൊണ്ട് പറഞ്ഞു, തങ്ങളെ മോൻ്റെ കല്യാണം റെഡിയാകുന്നില്ല,
ഞങ്ങളിഞ്ഞു പോകാത്ത ഇടമില്ല, ഇതിനെ ചെയ്യാത്ത കർമ്മങ്ങളില്ല തങ്ങളെ. ഒന്നും അങ്ങോട്ട് അടുക്കുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല, വലിയ തടസ്സങ്ങളാണ്. ഒന്നും റെഡിയാകുന്നില്ല. അവർ വരികയും അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഈ അമലാണ് ഞാൻ അവർക്ക് കൈമാറിയത്, അവരമല് ചെയ്യുകയും അൽഹംദുലില്ലാ കഴിഞ്ഞ ആഴ്ചയാണ് അവരെൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് സന്തോഷം അറിയിച്ചു, തങ്ങളെ ഈ മജ്ലിസിൽ ഞാൻ സമ്മതിച്ചു, ഇവിടുത്തെ കാര്യങ്ങളെ സംബന്ധിച്ചു എനിക്ക് പറയാനുള്ളത് സന്തോഷമാണ്. കാരണം ഞാനിതിന് പോകാത്ത സ്ഥലമില്ല തങ്ങളെ. അത്ഭുതമാണ്. ഇത് സംഭവിച്ചു. ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ ഫളായിലല്ല, നമ്മൾ ഓതാൻ കൊടുക്കുന്ന അമല്, നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അത്രയും പവർഫുള്ളായ അമല് കൊണ്ടാണ് മഹാന്മാരായ ഉപ്പാപ്പമാരുടെ ഇജാസത്ത് പ്രകാരമാണ് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അൽഹംദുലില്ലാ റെഡിയായി തങ്ങളെ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷപൂരിതമാണ് അവർ വന്നത്. അങ്ങനെ ധാരാളം കേസുകൾ കഴിഞ്ഞ ആഴ്ചത്ത് ഞാൻ എൻ്റെ ഓർമ്മയിൽ വന്നപ്പോൾ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ ധാരാളം കേസുകൾ നിരന്തരം ആഴ്ചകളിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കേസുകൾ അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു അമലാണ്. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടണം, അവർക്കും അവരുടെ കാര്യങ്ങൾ നടന്നു കിട്ടണം. മകൻ്റെ കല്യാണം മരിക്കുന്നതിന് മുമ്പ്, കണ്ണടയുന്നതിന് മുമ്പ് ഒന്ന് കൺകുളിർമ കാണണം ആഗ്രഹിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഈ അമല് ചെയ്യ്, ഈ അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. അത് നടന്നിരിക്കും, നടക്കാത്ത കാര്യം നടക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ യാസീൻ ഇൻഷാ അല്ലാഹ് പതിവാക്കുക. ആരുടെ പേരിൽ? മഹാന്മാരായ ബദർ ശുഹദാക്കളുടെ പേരിൽ. രണ്ടാമത്തെ സൂറത്ത് 55-ാമത്തെ അധ്യായം സ്ക്രീനിൽ കാണുന്ന സൂറത്തുർ റഹ്മാൻ. സൂറത്തുർ റഹ്മാൻ ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യാം. ആദ്യം സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യാം മഹാന്മാരായ ബദർ ശുഹദാക്കളുടെ പേരിൽ. സൂറത്തുൽ റഹ്മാൻ പാരായണം ചെയ്യാം. 55-ാമത്തെ അധ്യായം സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യാം. മൂന്നാമതായിട്ട് നിങ്ങൾ ഓതേണ്ടത് 20-ാമത്തെ അധ്യായം സൂറത്തുൽ ത്വാഹ ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യാം. നാലാമതായിട്ട് നിങ്ങൾ ഓതേണ്ടത് 12-ാമത്തെ അധ്യായം സൂറത്തുൽ യൂനുസ്. മഹാന്മാർ പറയുന്നു, ഈ 4 സൂറത്തുകൾ നിങ്ങൾ ഓതി ഈ പറയുന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ എണ്ണത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് മകന്റെ കാര്യം, കല്യാണക്കാര്യം, 5 വയസ്സായി അല്ലെങ്കിൽ 40 വയസ്സായി നടക്കുന്നില്ല, അല്ലെങ്കിൽ 30 വയസ്സായി 31 വയസ്സായി പ്രായം അങ്ങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും നടക്കുന്നില്ല. ബേജാറാവണ്ട, സങ്കടപ്പെടണ്ട. എൻ്റെ മകന്റെ കല്യാണം നടക്കൂല തങ്ങളെ എന്ന് പൊട്ടിക്കരഞ്ഞ് പറയുന്നവരുണ്ട്, വിളിക്കുന്നവരുണ്ട്, വിളിച്ചു ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് നടന്നു കിട്ടാൻ ഈ 4 സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദിവസവും പാരായണം ചെയ്യാം. പിന്നീട് ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവാക്കുക. ഏതാണ് ആ ദിക്ർ? മിൻഹത്തുസ് സിറാജ് എന്ന കിതാബിൽ കാണാം 1200 പ്രാവശ്യം 12 ദിവസം ഇടവിടാതെ 12 ദിവസം 1200 പ്രാവശ്യം ഈ ദിക്ർ നിങ്ങൾ പതിവാക്കി. ഏതാണ് ആ ദിക്ർ? യാ ബദീ അൽ അജായിബി ബിൽ ഖൈരി യാ ബദീ. ഏതാണ് ദിക്ർ? ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ യാ ബദീ അൽ അജായിബി ബിൽ ഖൈരി യാ ബദീ എന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് 1200 പ്രാവശ്യം. എത്ര പ്രാവശ്യം? ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ 1200 പ്രാവശ്യം 12 ദിവസം ഇടവിടാതെ നീ ചൊല്ലി നോക്ക്. എൻ്റെ ആഗ്രഹം, എൻ്റെ മകൻ്റെ കല്യാണമാണ് റെഡിയാകണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് റെഡിയാകും. മകളുടെ കല്യാണം ശരിയാകാത്ത കല്യാണ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് റെഡിയായി കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ്
മക്കളുടെ കാര്യങ്ങൾ അല്ലാഹ് നീ നടത്തി തരണേ അല്ലാഹ്, അതൊന്ന് നടന്ന് കിട്ടണേ അല്ലാഹ്. റഹ്മാനുർ റഹീമീനായ അല്ലാഹ്, എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങി എല്ലാ പ്രയാസങ്ങളും നീങ്ങി അല്ലാഹുവേ അല്ലാഹുവേ നീ നടത്തി നൽകണേ അല്ലാഹ്, നീ നടത്തി തരണേ അല്ലാഹ്, നീ നടത്തി തരണേ തമ്പുരാനെ. അവരൊന്ന് റാഹത്തായൊന്ന് കാണാൻ, അവരെ വിവാഹമൊന്ന് കാണാൻ അല്ലാഹ് ഞങ്ങൾക്ക് അതിരറ്റ കൊതിയുണ്ട് അല്ലാഹ്, നീ നടത്തി നൽകണേ അല്ലാഹ്, നീ നടത്തി തരണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതേണ്ട ഈ 4 സൂറത്തുകൾ, സൂറത്തുൽ യാസീൻ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ ത്വാഹ, സൂറത്തുൽ യൂനിസ്, പിന്നെയോ ഈ ദിക്റിനെ 1200 പ്രാവശ്യം 12 ദിവസം ഇടവിടാതെ നിങ്ങൾ ചൊല്ലുക. ഏതാണ് ആ ദിക്ർ? യാ ബദീ അൽ അജായിബി ബിൽ ഖൈരി യാ ബദീ എന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് ഒരു 1200 പ്രാവശ്യം ചൊല്ലുക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിന്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ വിവാഹ തടസ്സങ്ങൾ നീങ്ങി ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, അവർക്ക് മരണം വരെ റാഹത്തായി ജീവിക്കാനുള്ള നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും മാറി മരണം വരെ ഖൈറായ രീതിയിൽ പിണക്കങ്ങളൊക്കെ മാറി ഖൈറായ രീതിയിൽ മരണം വരെ ജീവിക്കാൻ അല്ലാഹ് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ തമ്പുരാനേ. ഈ സൂറത്തുകൾ നിങ്ങൾ പതിവാക്കുക, ശരിയാകുന്നത് വരെ നിങ്ങൾ ദിവസവും ഓതുക. പിന്നെയോ ഒരു 12 ദിവസം 1200 പ്രാവശ്യം യാ ബദീ അൽ അജായിബി ബിൽ ഖൈരി യാ ബദീ എന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവാക്കുക. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എപ്പോഴും നമ്മൾ റജബിൽ ചൊല്ലുന്ന ഒരു 11 പ്രാവശ്യം റജബിൽ ചൊല്ലേണ്ട ദിക്ർ ഒരു ബർക്കത്തിന് വേണ്ടി തബറുക്കിന് വേണ്ടി ഒരു 11 പ്രാവശ്യം നമുക്ക് മജ്ലിസിൽ ചൊല്ലാം. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിക്റിന്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂവണിയിച്ച് നൽകണേ അല്ലാഹ്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. سبحان الحي القيوم 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 سبحان الحي القيوم. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലി ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. എന്ത് അടങ്ങേറാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അല്ലാഹുവേ നീ മാറ്റി ഞങ്ങൾക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ നിറവടിയാക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വീർത്തു പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് കിബ്ർ നൽകല്ലേ അല്ലാഹ്, ഹസദ് നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ സംശുദ്ധമാക്കണേ അല്ലാഹ്, സംശുദ്ധമാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി നൽകണേ തമ്പുരാനെ. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഭാര്യമാരുണ്ട് അല്ലാഹ്, ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്, ഉള്ളവർക്ക് അതിൻ്റെ സാലറിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ഹൈറ് പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഐശ്വര്യം നീ നിറക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്, അവരെ വിവാഹ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഹൈറായ
ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ തമ്പുരാനെ. ജോലി തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, ഹൈറായ ജോലി നീ കൊടുക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ അല്ലാഹ്. സാലറിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, സാലറിയിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരെ സ്ഥാപനങ്ങളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ബിസിനസ് ചെയ്യുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, ബിസിനസ് സ്ഥാപനങ്ങളിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, ഐശ്വര്യം നീ നിറക്കണേ അല്ലാഹ്. അവരൊരു നിലക്കും കയക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അർഹമുർ റഹീമീനായ തമ്പുരാനെ അവരെ ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് ഏറ്റി നീ കൊടുക്കണേ അല്ലാഹ്. അവർ കൊടുക്കുന്നുണ്ട് അല്ലാഹുവേ, പാവങ്ങളെ സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ അവരെ സഹായിക്കണേ അല്ലാഹ്, നീ അവരെ കാത്തോളണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ സ്റ്റോക്ക് നൽകല്ലേ അല്ലാഹ്, ബ്ലോക്ക് നൽകല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് പ്രഷർ നൽകല്ലേ അല്ലാഹ്, കൊളസ്ട്രോൾ നൽകല്ലേ അല്ലാഹ്, ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ മുട്ടുവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ അത്തരം പ്രയാസങ്ങൾ നീ കൊടുക്കല്ലേ അല്ലാഹ്. കാലുവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ ഇബാദത്തിന് പോലും തടസ്സപ്പെടുന്ന രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ലിവർ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, ഹൃദയ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, തല സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, വയറ് സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ രോഗശമനം നീ കൊടുക്കണേ അല്ലാഹ്, ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ മാറാത്ത തലവേദന ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ മൈഗ്രെയിന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. മാറാത്ത തലവേദന ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. തൈറോയിഡിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, നീ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. യൂറിക് ആസിഡിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് കണുപ്പുകളിൽ സഞ്ചാരപ്പെടുന്നവരുണ്ട് അല്ലാഹ്, നീ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇത്തരം അസുഖങ്ങളൊന്നും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഭക്ഷണത്തിന് പൈപ്പിട്ട്, മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ഒരു മൂലയിലാക്കല്ലേ അല്ലാഹ്. അത്തരം പ്രയാസങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഒരു മൂലയിൽ കെടുത്തല്ലേ അല്ലാഹ്, കെടുത്തല്ലേ അല്ലാഹ്. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു മക്കൾ പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്, മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ കലിമ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാഹ്, എൻ്റെ പ്രവാസികൾക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്, ഇടങ്ങേറുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ എൻ്റെ പ്രവാസികൾക്ക് നീ കൊടുക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്ന, ഞങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാഹ്. ഇത്തരം അവസ്ഥ അവർക്ക് നീ കൊടുക്കല്ലേ അല്ലാഹ്, ഒരു പ്രയാസത്തിലുമാക്കല്ലേ അല്ലാഹ്, ഒരു ബുദ്ധിമുട്ട് അവർക്ക് കൊടുക്കല്ലേ അല്ലാഹ്, ഒരു ഇടങ്ങേറുകളും നീ അവർക്ക് നീ കൊടുക്കല്ലേ തമ്പുരാനെ, കൊടുക്കല്ലേ അല്ലാഹ്. അവരെ തളർത്തല്ലേ അല്ലാഹ്, അവരെ ജോലിയിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അവരെ ബിസിനസ്സിൽ അല്ലാഹ് നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. ഒരു നിലക്കും നീ കൊയക്കല്ലേ അല്ലാഹ്. എൻ്റെ ദീപുകാരല്ലാഹ് അവരെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന എൻ്റെ ദീപുകാർ അല്ലാഹു അവരെ കൊയക്കല്ലേ അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ലേ അല്ലാഹ്. പൈശാചികമായ ഉപദ്രവങ്ങളല്ലാഹ് ഞങ്ങൾ അവരിൽ
അവരിൽ നിന്നല്ലോ നീ നീക്കം ചെയ്യണേ അല്ലാ, നീ നീക്കം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, നീ കാത്തോളണേ അല്ലാ, നീ ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ കൊയക്കല്ലേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാ ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാ. പരാജയം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, പരാജയം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട അവസ്ഥ, മുട്ടുമടക്കേണ്ട അവസ്ഥ, തല കുനിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ, അവർക്ക് ഹൈറായ ബുദ്ധിയെ നീ പ്രദാനം ചെയ്യണേ അല്ലാ, അവർക്ക് ഹൈറായ ബുദ്ധിയെ നീ പ്രദാനം ചെയ്യണേ അല്ലാ. സാഹിര്യങ്ങളെ സിഹ്റിനത്തോട് ഞങ്ങളെ കാക്കണേ അല്ലാ, മക്രീങ്ങളെ മക്രണത്തൊട്ട് കാക്കണേ അല്ലാ, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ, വാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ, ചതിയന്മാരെ ചതിയെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കൊയക്കല്ലേ അല്ലാ, ഞങ്ങളെ കൊയക്കല്ലേ അല്ലാ, ഞങ്ങളെ കൊയക്കല്ലേ അല്ലാ. റഹ്മുർ റഹീമീനായ അല്ലാ ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിച്ചവർ ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാ. ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാ, നീ വിശാല നൽകണേ അല്ലാ. ഞങ്ങളെ 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. നിന്റെ മാലാഖന്മാരുടെ സഹായം പൊന്നുമ്മാന്റെ ഖബറിൽ നൽകണേ അല്ലാ, പൊന്നുമ്മാന്റെ ഖബറിൽ നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ, ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ തമ്പുരാനെ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ, ഹറാമാക്കണേ അല്ലാ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. പറയുന്നത് പോലെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. നമ്മളെ മജ്ലിസിൻ്റെ കീഴിൽ, ഈ സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ 2 ഹറമുകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ അല്ലാഹ് നടത്തുന്ന ആഗ്രഹമുള്ളവർ, നമ്മളുമായി ബന്ധപ്പെടുന്നവരിൽ നമ്മളെ കുടുംബത്തിൽ അയൽവാസികൾ ആഗ്രഹിക്കുന്ന ആളുകൾ, ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ ഒന്ന് ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്ത് ഉറപ്പുവരുത്തും.
അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അള്ളാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.